ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സിംഗിൾ പേരൻ്റായ അമ്മമാരോടും പിന്നെ അല്ലാതെ ഫാമിലി അച്ഛനും അമ്മയെല്ലാം ഒരുമിച്ച് താമസിക്കുന്ന അമ്മമാരോടായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, നമ്മളുടെ മക്കളുടെ ടീനേജ് കാലത്തെക്കുറിച്ചും പിന്നെ അവർക്ക് അതിലുണ്ടാകുന്ന കുറച്ച് വ്യതിയാനങ്ങളും പിന്നെ അവരും അമ്മമാരും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ചില പെഴുച്ചാഴികൾ വന്ന് കയറുന്നതിനെക്കുറിച്ചാണ് എനിക്കിത് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇതെല്ലാം അമ്മമാരും കാണണം കേട്ടോ. കാരണം ജീവിതത്തിൽ എല്ലാവർക്കും ഓരോരോ അനുഭവങ്ങളാണ് ലൈഫിലുള്ളത്. ഞാൻ പറയുന്നത് എല്ലാ അമ്മമാർക്കും ഉപകാരപ്പെടും. കാരണം നമ്മുടെ മക്കളുടെ ടീനേജ് പ്രായം എന്തെന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. നമ്മളും ആ പ്രായം കഴിഞ്ഞാണ് ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് സിംഗിൾ മദർ ആണെങ്കിൽ ആ ടൈമിൽ അവരെ കഴിവുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യും. പിന്നെ അവർ ആ ഓട്ടമായിരിക്കും, അവരെ മക്കളെ നോക്കണം, അവരെ പഠിപ്പിക്കണം, അവരുടെ ജീവിതത്തിൻ്റെ എവിടെയെങ്കിലും ഉയർച്ചയിൽ എത്തിക്കണമെന്ന് വെച്ചാൽ അമ്മമാർ ഓടുമ്പം ഈ മക്കൾ എന്തെങ്കിലുമൊക്കെ ആ ടീനേജ് പ്രായത്തിൽ അവർക്ക് വ്യതിയാനങ്ങൾ വരുമ്പോൾ അവർ നമ്മളോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് തമ്മിൽ ഇഷ്ടപ്പെടത്തില്ല. അതൊരു ഫിക്ഷനാവും. കാരണം ആ ഒരു രീതി നമ്മൾ മമ്മി ആൻഡ് മീ എന്ന സിനിമയിൽ വ്യക്തമായിട്ട് ഉർവശിയും അർച്ചന കവി അങ്ങനെ ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയും കൂടെ ഇതിൽ ആ സിനിമയിൽ അഭിനയിച്ച ശരിക്കും ആ ഒരു ടൈമിൽ എനിക്കത് മനസ്സിലായില്ലെങ്കിലും പിന്നെ എനിക്കത് മനസ്സിലായിട്ട് ജീവിതത്തിൽ. അതുകൊണ്ടാണ് എനിക്കിത് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നിയത്. കാരണം ആ ടൈമിൽ, ആ ടീനേജ് പ്രായത്തിൽ അവർ സ്കൂളിലായിരിക്കും. ആ ടൈമിൽ ചില പെഴുച്ചാഴികൾ, അത് ആണുമാവാം പെണ്ണുമാവാം, അവരുടെ ലൈഫിലോട്ട് കടന്നു ചെല്ലും. ഈ സിംഗിൾ പേരൻ്റുള്ള അമ്മമാരിലും മക്കളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ആൾക്കാർ കയറുന്നത്. കാരണം മറ്റേടത്ത് അച്ഛൻ്റെ അടി കിട്ടുമെന്നറിയാം. അതുകൊണ്ട് ഇവർ നുഴഞ്ഞ് കയറിയിട്ട് എന്ത് ചെയ്യും? ഈ അമ്മയും മകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവരങ്ങ് അത് ഏറ്റെടുത്ത് ഇവർക്ക് ഏറ്റവും കൂടുതൽ കെയറിങ് കൊടുക്കുന്നതായിട്ട് അങ്ങ് അഭിനയിക്കും. കാരണം ആ മക്കൾ അന്നേരം വിചാരിക്കുന്നില്ല ഇവരുടെ ജീവിതം ചെന്ന് നിൽക്കാൻ പോകുന്ന വലിയൊരു കുഴിയിലാണെന്ന് അവർ ചിന്തിക്കുന്നേ ഇല്ല. അവർ എനിക്ക് അച്ഛനില്ല, അതുകൊണ്ട് എന്നെ ഇവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു, ഇല്ലെങ്കിൽ എനിക്ക് വേറെ കൂടപ്പിറപ്പുകളില്ല, അവരെന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു, എനിക്ക് എന്തിനും മുൻതൂക്കം തരുന്നു എന്നൊക്കെ ഈ മക്കളങ്ങ് പൊട്ടത്തരങ്ങൾ വിചാരിച്ചിട്ട് ഇവർ പറയുന്നതാണ് വേദവാക്യമെന്ന് ഈ മക്കളങ്ങ് ചിന്തിച്ചിട്ട് ഇവരെടുത്ത് ചാടും. നമ്മൾ അമ്മയും മകളും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാകും. കാരണം പല കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്ന മൊത്തം ഈ പെഴുച്ചാഴിയാണ്. കാരണം ഈ പെഴുച്ചാഴിയുടെ വീട്ടിലും പെഴുച്ചാഴി കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് വേറൊരു ഫാമിലി വന്ന് കാണിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കത്തില്ല. ഇതൊക്കെ അറിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോയി നമ്മുടെ മക്കൾ വേറൊരു അവസ്ഥയിൽ ചെന്ന് എത്തിപ്പെട്ട് നിൽക്കും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാ അമ്മമാരോടും പറയുകയാണ്, എത്ര വലിയ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാലും എത്ര വലിയ കൂട്ടുകാരനെന്ന് പറഞ്ഞാലും ഈ ലോകം വളരെ മോശപ്പെട്ടതാണ്. ഇതിലുള്ള മനുഷ്യരും ചെറുപ്രായം മുതലേ എല്ലാവരും ചിന്തിക്കുന്ന ഓരോരോ ഫാമിലിയിൽ അവരെങ്ങനെ ചെന്ന് കലഹങ്ങൾ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ച് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഓരോ മനുഷ്യർ ഒരേ ലെവലിൽ മാറ്റുന്ന സമൂഹമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഞാൻ ഈ പറയുന്നത്, എൻ്റെ ജീവിതാനുഭവമാണ്. പിന്നെ അതുപോലെ ഇവർ വന്ന് കയറുന്ന മാത്രമല്ല, നമ്മുടെ മക്കളെ കാന്തി തിന്നുക ചെയ്യുന്നത്, അവരുടെ ജീവിതം നശിപ്പിക്കുക ചെയ്യുന്നത്. പല രീതിയിലും പല കാര്യങ്ങളും അവരുടെ ജീവിതം നശിപ്പിച്ച് അങ്ങനെ ഓരോ രീതിയിലും അവർ മാറ്റിയെടുത്തുകൊണ്ടേയിരിക്കും. അവരൊരു 10-25 വയസ്സാകുമ്പോൾ അവരെന്ത് ചെയ്യും? അതിന് പല ആൾക്കാർ പലതും അതിന് പേര് പറയുന്നുണ്ട്. പ്രേമമെന്നോ, പിന്നെ ഈ പെണ്ണുങ്ങൾ തമ്മിലുള്ള ലെസ്ബിയൻ എന്നോ, പിന്നെ ആണുങ്ങൾ തമ്മിൽ ഗേ എന്നോ ഇവരിതിനൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ. ഈ അമ്മയും ഇല്ലെങ്കിൽ ഈ അച്ഛനായാലും ഈ അമ്മയായാലും സിംഗിൾ പേരൻ്റ് ആയാലും ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും ഉള്ള രണ്ടുപേരുള്ള മക്കളാണെങ്കിലും അവരാലോചിക്കുന്നില്ല ആ അച്ഛനും അമ്മയും എത്രത്തോളം വിഷമിക്കുന്നുണ്ട്. ഓരോ ആൾക്കാരുടെ മുമ്പിലും അവരുടെ തല എത്രത്തോളം കുനിയുന്നുണ്ടോയെന്ന് ഈ മക്കൾ ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ അവർ ചിന്തിക്കും. ഒരു 25-30 വയസ്സാകുമ്പോഴത്തേക്കും ഇവർ ചിന്തിക്കുമ്പോഴത്തേക്കും ഇവരുടെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോകും. എന്നിട്ട് ഞാൻ പറയണത്, നമ്മുടെ മക്കളെ കെയർ ചെയ്യുക. ആണായാലും പെണ്ണായാലും വരുന്ന പെഴുച്ചാഴികളെ നമ്മൾ ഓട്ടിച്ച് കളയാൻ. പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകളെ പൊന്നുപോലെ വളർത്താൻ വേണ്ടിയിട്ട് ഓട്ടത്തിലായിരുന്നു. അന്നേരം എനിക്ക് ചിലത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ചില കാര്യം അതൊരിക്കലും ഞാൻ അല്ല എന്ന് പറയുന്നില്ല. കാരണം അത് പല പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുണ്ട്, പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എൻ്റെ മകൾ എൻ്റെ ലൈഫിൽ നിന്ന് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അനുഭവമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വേറെ ഒന്നുമല്ല. ഇങ്ങനെ വരുന്ന ആൾക്കാരെ എന്തായാലും ഏതൊരു അമ്മയായാലും അത് നമ്മൾ മക്കളെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം കൂട്ടുകാരായിട്ട് അഭിനയിച്ച് വരും, കൂട്ടുകാരനായിട്ട് അഭിനയിച്ച് വരും, കൂട്ടുകാരിയായിട്ട് അഭിനയിച്ച് വരും. എല്ലാ അഭിനയങ്ങളും ഇവത്തുങ്ങൾ ചെയ്യും. ഇവത്തുങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഇവർ ഏതൊരു കുടുംബവും നശിപ്പിക്കാൻ തയ്യാറാവും. അതാണ് ഇപ്പോഴത്തെ സമൂഹം. ആ ഒരു ലെവലാണ് ഇപ്പോഴത്തെ ജനറേഷൻ്റെ പോക്ക്. എനിക്ക് ഇത്രയാണ് സഹോദരങ്ങളെ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സന്തോഷ സമാധാനത്തോടെ ഇരിക്കുക. ബാക്കി കാര്യങ്ങൾ ഓരോന്നോരോന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ബൈ, ടാറ്റാ.